പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്ത കെമിസ്ട്രി ക്ലാസ്സിലേക്ക് നമ്മൾ കയറി വരുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ചാപ്റ്റർ 5 കെമിക്കൽ കൈനറ്റിക്സ്. What is chemical kinetics? Chemical kinetics is the branch of chemistry which deals with the study of reaction rate and factors affecting the rate of chemical reaction. ഇപ്പം രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കുക. ഒന്ന്, റിയാക്ഷൻ റേറ്റുകളെ പറ്റി നമ്മൾ കാര്യമായിട്ട് പഠിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിയാക്ഷൻ റേറ്റിനെ സ്വാധീനിക്കുന്നത്. ദാറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് ഈസ് കോൾഡ് കെമിക്കൽ കൈനറ്റിക്സ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കൈനറ്റിക് സ്റ്റഡീസ് നോട്ട് ഓൺലി ഹെൽപ്പ് us to determine the speed or rate of chemical reaction, but also describe the contribution by which the reaction rate can be altered. ഇപ്പോൾ റിയാക്ഷൻ റേറ്റ് ഓൾട്ടർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് റിയാക്ഷൻ്റെ സ്പീഡിനെ കുറിച്ച് മാത്രമല്ല, അതിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്നത്, എന്തൊക്കെ കണ്ടീഷൻസാണ്, ഇതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം. സാധാരണഗതിയിൽ നമ്മൾ വൈൻ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കെട്ടിവെച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അടച്ച ഭരണിക്കകത്ത് നമ്മൾ സൂക്ഷിക്കണം. ദിവസങ്ങളോളം സൂക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അത് വൈനായിട്ട് ഉപയോഗിക്കാനായിട്ട് ലഭ്യമാകുന്നത്. എന്നാൽ അത് ഒരു ദിവസം കൊണ്ടായിക്കഴിഞ്ഞാലോ? അപ്പോൾ എന്താ അവിടെ സംഭവിച്ച കാര്യം? ദിവസങ്ങളോളം എടുത്തു നടക്കുന്ന ഈ റിയാക്ഷൻ നമുക്കതിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. റിയാക്ഷൻ്റെ റേറ്റിനെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് ഓൾട്ടർ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ കൈനറ്റിക്സിൽ വലിയ ഒരു നേട്ടമാണ്. അത് ഇൻഡസ്ട്രിയിൽ വലിയൊരു നേട്ടമാണ്. അപ്പം അതുകൊണ്ട് കെമിക്കൽ കൈനറ്റിക്സ് എല്ലായ്പ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ്. ഇൻഡസ്ട്രിയായിട്ട് മാത്രമല്ല ബന്ധപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇനി നമ്മൾ കാണാൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇതെല്ലാം കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. കുറേ റിയാക്ഷൻസ് വളരെ സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ദ ബേണിംഗ് ഓഫ് ഗൺ പൗഡർ. അത് വളരെ സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. വളരെ സാവധാനം നടക്കുന്ന റിയാക്ഷൻസ് ഉണ്ട്. റസ്റ്റിംഗ് ഓഫ് അയൺ വളരെ സാവധാനം നടക്കുന്ന ഒരു റിയാക്ഷനാണ്. ഇനി ഇവയുടെ വേഗതയെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ, അതിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ അവർ പറയുന്ന ഫാക്ടേഴ്സ്, റിയാക്ഷൻ റേറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചു തരുന്നത് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, pressure, catalyst. These factors are affect the rate of chemical reaction. ഇത് നമ്മൾ കൂടുതലായിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് കൂടുതലായിട്ട് ഈ കാര്യം കാണും. ശരി, ഇനി എന്താണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? The rate of chemical reaction is the speed or the velocity with which a chemical reaction takes place. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡിക്രീസസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയും. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് സാധാരണഗതിയിൽ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുക. രണ്ട് രീതിയിൽ ആ റേറ്റ് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ബൈ യൂണിറ്റ് ടൈം. ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഫോർ ദ റിയാക്ഷൻ. അപ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്? ഒന്നുകിൽ decrease in the concentration of reactant divided by time or increase in the concentration of product divided by time taken. അപ്പോൾ ഇതിലൊന്ന് നോക്കിയേ, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം?
കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അവർ കുറച്ചും കൂടി വിശദമായിട്ട് ഈ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. കൺസിഡർ എൻ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നമ്മൾ ഒന്ന് ഓർത്ത് നോക്കുന്നു. അസ്യൂമിങ് ദ വോള്യൂം ഓഫ് സിസ്റ്റം റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതായത് വോള്യത്തിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. ഈ ഒരു അസംഷനിലാണ് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. ആ റിയാക്ഷൻ ഇതാണ്: റേറ്റ് ഓഫ് ദ റിയാക്റ്റൻറ്റ് വിച്ച് ഗീവ്സ് ദ പ്രോഡക്റ്റ്. 1 mole ഓഫ് റിയാക്റ്റൻറ്റ് ആർ പ്രൊഡ്യൂസസ് 1 mole ഓഫ് പ്രോഡക്റ്റ്. ഇതാണ് ഇത് കാണിച്ചു തരുന്നത് നമുക്ക്. ആർ എന്ന് പറയുന്നത് റിയാക്റ്റൻ്റ്, പി എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. ലെറ്റ് R1 be the initial concentration of reactant and R2 be the final concentration of reactant. റിയാക്ഷൻ ആരംഭിക്കുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ R1 ആയിരിക്കും. റിയാക്ഷൻ അവസാനിക്കുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ R2 ആയിരുന്നു. അതിനെടുത്തിരിക്കുന്ന സമയം 0യിൽ നിന്നാണ് സമയം ആരംഭിച്ചത്, അല്ലെങ്കിൽ T1ൽ നിന്നാണ് സമയം ആരംഭിച്ചത് എന്നുണ്ടെങ്കിൽ T2ലാണ് സമയം അവസാനിച്ചത്. ഇനി പ്രോഡക്റ്റുകളുടെ ആദ്യത്തെ കോൺസെൻട്രേഷൻ എത്രയായിരുന്നു? P1. ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ, റിയാക്ഷൻ കഴിഞ്ഞ സമയത്ത് ഉള്ള കോൺസെൻട്രേഷൻ P2. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം, ആർ ഗീവ്സ് പ്രോഡക്റ്റ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ. അതിൻ്റെ റേറ്റിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ റിയാക്ഷൻ എടുക്കുന്ന സമയത്തെ പറ്റി നമ്മൾ പഠിച്ചു. ഒരു നിശ്ചിത സമയം നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 10 സെക്കൻഡോ 10 മണിക്കൂറോ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ എത്ര റിയാക്റ്റൻ്റ് മാറി? ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ റിയാക്റ്റൻറ്റിൻ്റെ R2, ആദ്യം ഉണ്ടായിരുന്നത് R1. അതായത് 10 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ R1 എന്നുള്ള കോൺസെൻട്രേഷൻ R2 ആയിട്ട് കുറഞ്ഞു. ആരുടെ കോൺസെൻട്രേഷൻ? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. 10 മണിക്കൂർ എന്ന് പറയുന്ന ടൈം ഇൻ്റർവെൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. എത്ര കൂടി? P1 ഉണ്ടായിരുന്നത് P2 ആയി മാറി. സമയം എന്ത് വ്യത്യാസം വന്നു? ആദ്യം 0 ആയിരുന്നു. ഇപ്പോൾ എത്രയാണ് സമയമുള്ളത്? ഇപ്പോൾ സമയമുള്ളത് 10 മണിക്കൂറാണ്. അപ്പോൾ അവരവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഇക്വേഷനിലേക്ക് മാറുന്നു. ഡെൽറ്റ ടി എന്ന് പറയുന്നത് T2 - T1. എടുത്തത് സമയം എത്രയാണ്? 10 മണിക്കൂർ. T1 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ 0 ആയിട്ടാണ് അതിനെ നോക്കിയത്. സമയം 0 ആയിരുന്നു. അത് കഴിഞ്ഞ് 10 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ 10 ഹവേഴ്സ് - 0. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ചേഞ്ച് ഇൻ ടൈം, ഡെൽറ്റ ടി എന്ന് പേര് വിളിക്കുന്നത്. ഇനി ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എന്താണ്? റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനിലുണ്ടാകുന്ന കുറവ്, R2 - R1. ഇനി അടുത്തവർ പറയുന്നു ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിലുണ്ടായ വർധനവ്, P2 - P1. എന്താ ഈ P2 എന്ന് പറയുന്നത്? 10 മണിക്കൂറിന് ശേഷമുള്ള പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ. P1 എന്ന് പറയുന്നത് 10 മണിക്കൂറിന് മുമ്പുള്ള പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ. സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അവർ പറയുന്നത് കോൺസെൻട്രേഷൻസ് ആണെന്ന് പറയുന്നു. ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അവരത് അവതരിപ്പിച്ചു. ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി അത് പ്രോഡക്റ്റിൻ്റെ ഭാഷയിൽ നമുക്ക് എങ്ങനെയാണ് പറയുക? പ്രോഡക്റ്റിൻ്റെ ഭാഷയിൽ അവർ പറയണു പോസിറ്റീവ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഇതിവിടെ നോക്കൂ. ദ റേറ്റ് ഓഫ് ദ ഡെൽറ്റ ആർ ഈസ് നെഗറ്റീവ് ക്വാണ്ടിറ്റി. അത് അവർ സൂചിപ്പിച്ചിരിക്കുകയാണ്. മറ്റേ സംഗതി പോസിറ്റീവ് ആയിരിക്കും എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. വീണ്ടും റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ പറ്റി അവർ പറയുന്നു. ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ കയ്യിൽ തരണു. Fe3 പോസിറ്റീവ് SN2 പോസിറ്റീവിനെ കണ്ടുമുട്ടിയപ്പോൾ 2 മോൾ Fe2 പോസിറ്റീവും SN4 പോസിറ്റീവുമായി മാറി. ഈ റിയാക്ഷനെ എടുത്തിരിക്കുന്ന സമയം T 38.5 സെക്കൻഡ്. 0 ആകുന്ന സമയത്ത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 0 ആകുന്ന സമയത്ത് Fe2 പോസിറ്റീവ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സമയം എത്രയാണ് വന്നത്? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു മൊത്തം സമയം വന്നത് 38.5 - 0. അപ്പോൾ ഡെൽറ്റ ടി സമം 38.5. Fe2 പോസിറ്റീവ് ആദ്യം എത്രയുണ്ടായിരുന്നത്? Fe2 പോസിറ്റീവ് ആദ്യം ഉണ്ടായിരുന്നത് 0. ഇപ്പോഴെത്രയുണ്ട്? 0.0010 മോൾ. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Fe2 പോസിറ്റീവ് എവിടെ കൊടുത്തിട്ടുണ്ട് അവർ?
റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് Fe2 പോസിറ്റീവ് ഡെൽറ്റ Fe2 പോസിറ്റീവ് ഡിവൈഡഡ് ബൈ DT ഇത് എവിടെ കൊടുക്കണു, അവർക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നു. ഇനി അവരത് പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷനിൽ പറയാൻ നമുക്ക് ഇനി മൊത്തം അവർ പറഞ്ഞു തന്നിരിക്കുന്നു. നോക്കിയാൽ ഇതെന്താ അത് പറഞ്ഞു തന്നിരിക്കുന്നത്? ഈ റേറ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? ഇവൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന ഭാഷയിൽ പറയാം. എന്നാൽ ഇവൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന ഭാഷയിൽ പറയുമ്പോൾ നോക്ക്, ഇവിടെ 2 മോളാണ്. ഇവിടെ 1 മോൾ ഉണ്ടാകുമ്പോൾ എത്ര മോൾ ഉണ്ടാവണത്? 2 മോള്. ഇവൻ്റെ റേറ്റ് ഓഫ് ഫോർമേഷനും ഇവൻ്റെ റേറ്റ് ഓഫ് ഫോർമേഷനും തമ്മിൽ ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ട് ഇവൻ ഫോം ചെയ്യുന്നുണ്ട്, ഇവൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ കൊടുത്തു 1/2. ഇവിടെ ആ 1/2 കൊണ്ടുവരും. എന്തുകൊണ്ടാണ് 1/2 വരണത്? ഇവിടെ ഒരു സമയത്ത് 2 എണ്ണം പോണത്, ഇവിടെ 1 എണ്ണം പോണത്. ഇവൻ 1 എണ്ണം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് 2 എണ്ണം പോവും. ഇവൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസിൻ്റെ ഡബിൾ സ്പീഡിലായിരിക്കും ഇവൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. ഇവൻ്റെ റേറ്റ് ഓഫ് ഫോർമേഷൻ്റെ ഡബിൾ സ്പീഡിലായിരിക്കും ഇവൻ്റെ റേറ്റ് ഓഫ് ഫോർമേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി ഓവറോൾ റേറ്റ് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കണം അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇനി ജനറൽ കണ്ടീഷൻ അത് വീണ്ടും പറഞ്ഞ് ഈ കാര്യങ്ങൾ അവർ വീണ്ടും വരണു. റേറ്റ് ഓഫ് റിയാക്ഷൻ സമം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റൻ്റ്. അത് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇക്വേഷൻസ് കൊടുക്കണു. 1/A, അത് മൈനസ് കൊടുത്തത് എന്താ? റിയാക്റ്റൻ്റ് ആയതുകൊണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 1/B കോൺസെൻട്രേഷൻ ഓഫ് B. ഇനി പ്രോഡക്റ്റുകളുടെ ഭാഷയിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? പ്രോഡക്റ്റുകളുടെ ഭാഷയിൽ അവർ പറയണു 1/C ഇൻറ്റു ഡെൽറ്റ C ഡിവൈഡഡ് ബൈ ഡെൽറ്റ T, 1/D ഇൻറ്റു ഡെൽറ്റ D ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇനി അവരടുത്ത ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം അവർ സെയിമാണ്. അതായത് ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഡെൽറ്റ A ഡിവൈഡഡ് ബൈ ഡെൽറ്റ Tനെ നമ്മൾ എന്താ പറയുക? ഇതിനെ മാത്രം. ദാറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A. അത് റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ല. റേറ്റ് ഓഫ് റിയാക്ഷൻ വരണമെങ്കിൽ എന്ത് വേണം? അതിനെ 1/A കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ശരി. ഇനി ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റുമാണ് അവർ പറയുന്നത്. റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്നുകിൽ ആവറേജ് റേറ്റിൽ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൽ. എന്താ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്? ഒരു നിശ്ചിത ടൈം ഇൻ്റർവെല്ലിൽ അവർ റിയാക്ഷൻ്റെ റേറ്റ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ആവറേജ് റേറ്റ്. എന്താ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്? വളരെ ചെറിയ ഒരു ടൈം പീരീഡിൽ അവർ റേറ്റ് മനസ്സിലാക്കുന്നു. ആവറേജ് റേറ്റ് ഏകദേശം ഒരു നിശ്ചിത ടൈം പീരീഡിൽ, അതായത് 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 സെക്കൻഡോ നീളുന്ന ഒരു ടൈം പീരീഡിൽ. എന്നാൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റോ വളരെ 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 ചെറിയ ടൈം പീരീഡിൽ എന്തുമാത്രം കോൺസെൻട്രേഷൻ ചേഞ്ച് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. മാത്തമാറ്റിക്കലി അത് നമുക്ക് വളരെ കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റും. ഏവറേജ് റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രോഡക്റ്റ് ആൻഡ് ടൈം ടേക്കൺ. നമ്മൾ കണ്ടത് ഇതാണെന്ന് കണ്ടത് ആവറേജ് റേറ്റ് ആണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. ഇക്വേഷൻ 1 to 3 റെപ്രസെൻറ്റ് ദ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇനി എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്? നമ്മളിവിടെ ഡെൽറ്റ എന്ന് പറയുന്ന ഭാഗം മാറ്റിയിട്ട് DT എന്നുള്ള ഭാഗത്തേക്ക് വരണം. അപ്പോൾ എന്താണ് ഈ DT എന്ന് പറയുന്ന ഭാഗം വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്കലി ഇൻസ്റ്റൻറ്റേനിയസ്ലി സ്മോൾ ടൈം ഇൻ്റർവൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് അവർ പറയുന്നത് ഇവിടെ ഡെൽറ്റ T എന്ന് പറഞ്ഞത് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇനി അത് നമ്മൾ മാറ്റണു. അത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു DR എന്നായി. അതായത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ വ്യത്യാസം വരുന്നത് ഡെൽറ്റ T എന്ന് പറയുന്നത് വലിയൊരു ടൈം ഇൻ്റർവെല്ലാണ്. DT എന്ന് പറയുന്നതോ ഏറ്റവും ചെറിയ ടൈം ഇൻ്റർവെൽ. ദ യൂണിറ്റ് ഓഫ് റിയാക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മോൾസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഇൻറ്റു സെക്കൻഡ് ടു ദ പവർ -1. അതെങ്ങനെയാണ് വന്നത്? ഇതാണ് കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ്റെ ടേമിൻ്റെ യൂണിറ്റ് എന്താണ്? മോൾസ് പെർ ലിറ്റർ. ഡെൽറ്റ Tയുടെ അല്ലെങ്കിൽ DTയുടെ യൂണിറ്റ് എന്താണ്? സെക്കൻഡിലാണത് പറയുക, ടൈമാണ്. അതായത് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അപ്പോൾ എങ്ങനെ മൊത്തം വരും? മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. മോൾസ് ലിറ്റർ ടു ദ പവർ -1, സെക്കൻഡ് ടു ദ പവർ -1. ഇനി അവരത് ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കുന്നു. അതായത് ഈ ഗ്രാഫ് നമ്മൾ മനസ്സിലാക്കുന്നത് H2O2ൻ്റെ
ഡീകമ്പോസിഷനാണ് അവരിവിടെ ഗ്രാഫിൽ വയ്ക്കുന്നത്. H2 എന്ത് ഡീകമ്പോസ് ചെയ്തിട്ട് ആരുണ്ടാവുക? H2യും വാട്ടറും ഉണ്ടാവും. റിയാക്ഷൻ ആരംഭിക്കുന്ന സമയത്ത് ഇത്രമാത്രം H2O2 ഉണ്ടായിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് റിയാക്ഷൻ ടൈമിൻ്റെ ഇത്രയും സെക്കൻഡ് ആകുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഇത്രയായിട്ട് കുറഞ്ഞു. ഇതാണ് റിയാക്ഷൻ്റെ റേറ്റ് മനസ്സിലാക്കപ്പെടുന്ന ആ കർവ്. ഇനി അവർ ഇതിൻ്റെ ആവറേജ് റേറ്റ് നോക്കുന്നത് ഈ മൊത്തം കർവിൻ്റെ സ്ലോപ്പ് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡിവൈഡഡ് ബൈ ടൈം മനസ്സിലാക്കി കഴിഞ്ഞത് ഇതാണ് ഇവിടെ കൊടുത്തു വച്ചിരിക്കുന്നത്. ഈ സാധനത്തെയാണ് നമ്മൾ പേര് വിളിക്കുന്നത്, അതിൻ്റെ ടാൻജൻറ്റ്, അതിനെ നമ്മൾ പേര് വിളിക്കുന്നു ദാറ്റ് ഈസ് ആവറേജ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടൈം പീരീഡിലെ ആ സമയത്തെ ചേഞ്ചിനെയാണ് റേറ്റിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് നമ്മൾ പേര് വിളിക്കുന്നത്. അവരത് കാണിക്കുന്നുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് നേച്ചർ ഓഫ് റിയാക്റ്റൻ്റ് ആണ്, റിയാക്റ്റൻറ്റുകളുടെ നേച്ചർ അനുസരിച്ച് മാറും. 2 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ റേറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ സാധാരണ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടും. എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കും. 2 റിയാക്ഷൻ തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കൊളീഷൻ തിയറി, മറ്റൊന്ന് ഇൻ്റർമീഡിയറ്റ് തിയറി. ശരി, ഇനി കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു സംഗതിയാണ്. ഇനി സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻറ്റ്, ഇനി റേഡിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് റിയാക്ഷൻ്റെ റേറ്റിനെ സാധാരണഗതിയിൽ ബാധിക്കാവുന്ന കാര്യം. അതിൽ നമ്മൾ കോൺസെൻട്രേഷൻ ടേമും ടെമ്പറേച്ചറും കൂടുതൽ കാര്യമായിട്ട് പഠിക്കുന്നു. കുറച്ചൊക്കെ നമ്മുടെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് റിയാക്ഷൻ റേറ്റിനെ എങ്ങനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യമാണ് കൂടുതലായി നമ്മൾ പഠിക്കുക. മറ്റതൊക്കെ നമ്മൾ പഠിക്കും, അതൊക്കെ ഒരു സ്വല്പം വേഗമാണെന്ന് മാത്രം. ഇത് മൂന്നും വളരെ കാര്യമായി നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഭംഗിയായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മൾ എന്താണ് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് റിയാക്ഷൻ്റെ റേറ്റിനെ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ ടേം എന്തുമാത്രം ബാധിക്കുന്നു എന്നുള്ളതാണ്. അതിനവർ പറയുന്ന കാര്യമുള്ളത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു റിയാക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ റിയാക്ഷൻ ഇതാണ്. ദ എ ഓഫ് എ plus B of B which is gives C of C and D of T. A, B, C സ്മോൾ ലെറ്റേഴ്സ് എല്ലാം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി നമ്മുടെ റേറ്റ് എക്സ്പ്രഷനിലേക്ക് നമ്മൾ പോകണു. നമ്മുടെ റേറ്റിലോ പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഓൾ ടു ദ പവർ എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ബി ഓൾ ടു ദ പവർ വൈ. ഇനി അവിടെ നോക്കുക, നമ്മൾ സാധാരണഗതിയിലൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എ, ബി ടു ദ പവർ ബി, ഇതാണ് നമ്മൾ ഈക്വിലിബ്രിയത്തിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമുള്ളത്. എന്നാൽ ഇവിടെ എക്സും വൈയും എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യുന്ന സംഗതിയാണ്. ഇനി ഈ റിയാക്ഷൻ്റെ ഈ റേറ്റ് എക്സ്പ്രഷനെ, അതായത് എക്സും വൈയും കണ്ടെത്തിയിരിക്കുന്നത് എയും ബിയും അല്ല. നമ്മൾ നേരത്തെ സ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അടുത്ത സ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയും ബിയും അല്ല, അത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതാണ്. ശരി, ഇനി റേറ്റ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു കെ. ഇതിനെ നമ്മൾ പേര് വിളിക്കുന്നു റേറ്റ് കോൺസ്റ്റൻറ്റ്. എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് എക്സ്പെരിമെൻ്റലി ഡിസൈൻ, അതിന് നമ്മൾ പേര് വിളിക്കുന്നു ഓവറോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ, ഓവറോൾ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പേര് വിളിക്കുന്നു. കെനെ നമ്മൾ വിളിക്കുന്ന പേര് റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇനി ഇതിന് ഇക്വേഷൻ അവർ റിട്ടേൺ ചെയ്തു. അതായത് ഈ ഭാഗമൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു. ഇപ്പുറത്തെ ഭാഗം റേറ്റ് അല്ലേ, ആ റേറ്റിന് എന്തേ അവർ കൊടുക്കണു ടി ആർ ഡിവൈഡഡ് ബൈ ഡി ടി. ദാറ്റ് ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഒരു ഇൻസ്റ്റൻറ്റിലെ ഡി ടി എന്ന് പറയുന്ന ഇൻഫിനിറ്റസ്മലി സ്മോൾ ടൈം ഇൻ്റർവെല്ലിലെ റേറ്റ് ഓഫ് റിയാക്ഷനാണ് നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി അവരെന്താണെന്നുള്ളത് കാര്യം പറയണു. വെലോസിറ്റി കോൺസ്റ്റൻറ്റ് കെ ഉണ്ട്, സ്പെസിഫിക് റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഡെഫിനിറ്റ് ആൻഡ് ഫോർ പർട്ടിക്കുലർ റിയാക്ഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നു.
rate constant is independent of concentration of reactant. It depends only upon temperature and presence of catalyst. K വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല, രണ്ട് കാര്യത്തെ മാത്രം. ഒന്ന് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിനെ, മറ്റൊന്ന് ടെമ്പറേച്ചറിനെ. ഇനി അവർ ആ ഓർഡറിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോവുക. എന്താണ് ഓർഡർ? That is a sum of powers of concentration terms of reactant in rate law expression is called the order of chemical reaction. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ആ റേറ്റ് എക്സ്പ്രഷനിൽ എക്സും വൈയും നമ്മൾ എക്സ്പെരിമെൻ്റിൽ ഡിസൈൻ ചെയ്യണതാണെന്ന് പറഞ്ഞു. എക്സിനെയും വൈനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ പേര് വിളിക്കുന്നത്. ദാറ്റ് ഡിജിറ്റ് ഈസ് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫോർ ജനറൽ റിയാക്ഷൻ. ഇതേ അവർ കൊടുക്കണം. നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ എക്സ് ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ, y order of reaction with respect to b, overall rate of reaction x plus b. ശരി, ഓർഡർ ഓഫ് റിയാക്ഷനെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കണം. ഓർഡർ ഓഫ് റിയാക്ഷൻ ക്യാൻ ബി 0, 1, 2, 3 ആൻഡ് ഈവൻ ഫ്രാക്ഷൻ വരാനായിട്ട് പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ദ റിയാക്ഷൻസ് ആർ ടേംഡ് ആസ് സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഈ ഓർഡറിൻ്റെ പേരിലാണ് ഈ റിയാക്ഷൻ അറിയപ്പെടുക. Zero order reactions means the rate of reaction is independent of concentration of reactant. നമ്മൾ എന്താണെന്നുള്ളത് കാണും. Order of reaction cannot be predicted by merely looking at the balanced chemical equation, that is theoretically, but must be determined experimentally. അതായത് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ എക്സും വൈയും നേരത്തെ കണ്ടിരുന്നത് നമ്മൾ പറഞ്ഞു. അതായത് അത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എക്സ്പെരിമെൻ്റ് നടത്തി നോക്കി മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ ഓർഡറിൻ്റെ യൂണിറ്റുകളാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, ഇവിടെ റേറ്റ് സമം കെ ഇൻറ്റു എ ടു ദ പവർ എൻ. ഈ എൻ എന്ന് പറയുന്നതാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് പറയണം. കെയുടെ വാല്യൂ അവർ കൊടുത്തു. കെ സമം റേറ്റ് ഡിവൈഡഡ് ബൈ എ ടു ദ പവർ എൻ. റേറ്റ് എന്ന് പറയുന്നത് എന്താ? റേറ്റ് കോൺസെൻട്രേഷൻ. റേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. റേറ്റിൻ്റെ ഇത് പറയുന്നത് റേറ്റ് എന്ന് കെ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഇൻറ്റു 1 ബൈ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ കെ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടു ദ പവർ 1 മൈനസ് എൻ, ടൈം ടു ദ പവർ -1. നമ്മൾ നേരത്തെ കണ്ടു മോൾസ് പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ, ദ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ദ കോൺസെൻട്രേഷൻ ഈസ് മോൾസ് പെർ ലിറ്റർ. ഇനി അടുത്ത പരിപാടി ഉള്ളത്, ഇനി റേറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇനി കെ എന്ന് പറയുന്നത് റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ടു ദ പവർ എൻ ആണ്. ശരി, ഇനി സീറോ ഓർഡർ റിയാക്ഷനിൽ കെയുടെ യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. കെയുടെ യൂണിറ്റ് നോക്കൂ, മോൾസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഡിവൈഡഡ് ബൈ മോൾസ് പെർ ലിറ്റർ ഓൾ ടു ദ പവർ 0. ഇനി ഇവിടെ വരുന്നത് ഓൾ ടു ദ പവർ 1 ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇവിടെ വരുന്നത് ഓൾ ടു ദ പവർ 2 സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. കെയുടെ യൂണിറ്റ് നോക്കൂ, ഇവിടെ കെയുടെ യൂണിറ്റ് നോക്കൂ, ഇവിടെ കെയുടെ യൂണിറ്റ് നോക്കൂ. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഏത് ഓർഡറിൻ്റെയും കെയുടെ വാല്യൂ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഈ കെയുടെ വാല്യൂ തന്നു കഴിഞ്ഞാൽ, ഈ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ഏത് ഓർഡറാണ് റിയാക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കെയുടെ വാല്യൂ അവർ തന്നു 10 സെക്കൻഡ് ടു ദ പവർ -1. നമ്മൾ ഉടനെ പറയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. കാരണം ഇത് ഇങ്ങനെയാണ് ഈ സംഗതി വരുന്നത്. ഇനി വേറൊരാൾ പറയണു കെയുടെ വാല്യൂ അത് മോൾസ് പെർ ലിറ്റർ, സെക്കൻഡ് ടു ദ പവർ -1, സീറോ ഓർഡർ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ 10th ഓർഡർ റിയാക്ഷന് എന്തായിരിക്കും ഓർഡർ? നമുക്ക് നോക്കാം. മോൾസ് പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് 1 ഡിവൈഡഡ് ബൈ മോൾസ് പെർ ലിറ്റർ ടു ദ പവർ 10. അപ്പോൾ നമ്മൾ എന്ത് വരും ടോട്ടൽ വരുന്നത്? മോൾസ് പെർ ലിറ്റർ, ഇവിടെ മോൾസ് പെർ ലിറ്റർ ഓൾ ടു ദ പവർ -1 എന്ന് നമ്മൾ വരേണ്ടതായിട്ട് വരും. 10th ഓർഡർ റിയാക്ഷനാണ് വരുന്നത്. അതനുസരിച്ച് കെയുടെ വാല്യൂ മാറും. കെയുടെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താ ഈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് എക്സ്പ്രഷനിലുള്ള കോൺസെൻട്രേഷൻ ടേമുകളുടെ പവേഴ്സ് കൂട്ടി നോക്കുക. ഇതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി രണ്ട് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി അവർ പറയുന്നു. സെർട്ടൻ റിയാക്ഷൻസ് ആർ എലിമെൻ്ററി റിയാക്ഷൻസ്, സെർട്ടൻ റിയാക്ഷൻസ് ആർ കോംപ്ലക്സ് റിയാക്ഷൻ.
Elementary reactions are those which complete in one step, while complex reactions are multi-step reaction where products are obtained after completion of a sequence of elementary reactions. അതായത് കോംപ്ലക്സ് റിയാക്ഷൻ ഒരൊറ്റ സ്റ്റെപ്പിൽ കഴിയില്ല, അനവധി എലിമെൻ്ററി സ്റ്റെപ്പുകൾ കൂടിച്ചേർന്നിട്ടാണ് ഇവൻ കഴിയുന്നത്. അവരിവിടെ ചില എക്സാമ്പിൾസൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചില കണ്ട റിയാക്ഷൻസ്, ഇപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു എലിമെൻ്ററി റിയാക്ഷനാണ്. എന്നാൽ വേറൊരു കോംപ്ലക്സ് റിയാക്ഷൻ നോക്കിയേ, ദേ 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഓവറോൾ റിയാക്ഷൻ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. ഇതിൽ സ്ലോ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പായിട്ട് അവർ മനസ്സിലാക്കാം. ശരി, എന്താ മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എത്ര മോളിക്യൂൾസ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ, റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തു. അത് ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് H2Oയുടെ ഫോമേഷൻ്റെ റിയാക്ഷൻ, ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് നോക്കിയേ, 2H2 + O2 gives 2H2O. എത്ര മോളിക്യൂൾസ് റിയാക്റ്റൻ്റ് ആ റിയാക്ഷനിൽ പങ്കെടുത്തു? 2 മോളിക്യൂള് ഹൈഡ്രജനും 1 മോളിക്യൂൾ ഓക്സിജനും. മോളിക്കുലാരിറ്റി എത്രയാവും? അത് 3 ആയിരിക്കും മോളിക്കുലാരിറ്റി. അപ്പോൾ ഇതിനെ നമ്മൾ പേര് വിളിക്കുന്നു മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. ഹൗ മെനി നമ്പർ ഓഫ് reactant molecules taking part in a chemical reaction, that is called molecularity. അതൊരു തിയററ്റിക്കൽ ഫാക്ടറാണ്. ഇതിപ്പോൾ ഇവിടെ നോക്കുന്നു, ഏതാണ് മോളിക്കുലാരിറ്റി? ഇവൻ യൂണിമോളിക്കുലർ ആണ്, കാരണം ഒരു മോളിക്യൂളാണ് ഇതായിട്ട് ഡീകമ്പോസ് ചെയ്തത്. ഇത് ബൈമോളിക്കുലർ ആണ്, കാരണം 2 മോളിക്യൂൾ. ഇവിടെ ട്രൈമോളിക്കുലർ ആണ്, അതായത് മോളിക്കുലാരിറ്റി 3 ആണ്. ഇനി ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മോളിക്കുലാരിറ്റി ഒരു തിയററ്റിക്കൽ ഫാക്ടറാണ്, ഓർഡർ ഒരു എക്സ്പെരിമെൻ്റൽ അസൈൻഡ് വാല്യൂ ആണ്. ഇനി ഇവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇവിടെ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ റേറ്റ് ലോ, എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ റേറ്റ് ലോയിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ, റിയാക്റ്റൻ കോൺസെൻട്രേഷൻ ടേമുകളുടെ ആകെ തുകയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഓർഡർ 0 ആകാം, എന്നാൽ മോളിക്കുലാരിറ്റി 0 ആകാനായിട്ട് പറ്റില്ല. തിയററ്റിക്കലായിട്ട് കണ്ടെത്തണോ, എക്സ്പെരിമെൻ്റലായിട്ട് കണ്ടെത്തണോ. ഹോൾ നമ്പർ ആയിരിക്കും, എന്നാൽ ഇത് ഫ്രാക്ഷണലായിട്ട് വരാനായിട്ട് പറ്റും. ഇത് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, എന്നാൽ ഇത് ഹൈലി സിഗ്നിഫിക്കൻ്റ് ആണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ഓവറോൾ റിയാക്ഷൻ. ശരി, ഇനി 0 ഓർഡർ റിയാക്ഷനെ പറ്റി അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രൽ ഇക്വേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആവശ്യമായി വരുന്നത്? നമ്മൾ ഇത്രയും സമയം പഠിച്ചത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഇൻഫിനിറ്റസ്മലി സ്മോൾ ടൈം ഇൻ്റർവെല്ലിലെ ആ ഒരു റേറ്റ് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓവറോൾ റേറ്റ് ആണ്. അപ്പോൾ ആ ഓവറോൾ റേറ്റിന് വേണ്ടിയിട്ട് അവർ ഇക്വേഷൻസ് എഴുതി, റേറ്റ് സമം K × R⁴, കാരണം 0 ഓർഡർ റിയാക്ഷനാണ്. ഇനി റേറ്റിനെ അവർ മാറ്റി എഴുതി D കോൺസെൻട്രേഷൻ ഓഫ് R / dt വിച്ച് ഇസ് ഈക്വൽ ടു K × R⁴, കാരണം 0 ഓർഡർ റിയാക്ഷനാണ്. ഇത് റേറ്റ് ആണ്. ഇനി അതിനവർ നോക്കി എഴുതി, ഇവിടെ ഒരു മൈനസ് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. അത് ശരി. ഇനി അവർ നോക്കി എഴുതി dr = K × dt. അതെങ്ങനെയാണ് വന്നത്? ഈ സാധനത്തെ ഡി ടീനെ പ്രതി കൊണ്ടുവന്നു. ഈ സാധനം 1 ആയി മാറിയത് കൊണ്ട് കെന്ന് നേരെ ഇവിടെ എടുത്തു. ശരി, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമ്മളിവിടെ കൈകാര്യം ചെയ്തു. ഇനി നമ്മളതിനെ, ഇവിടെ ആ നെഗറ്റീവ് സൈൻ ഇവിടെ വന്നു, ഇവിടെ ഞാൻ നെഗറ്റീവ് സൈൻ ഇട്ടിട്ടില്ല, മറന്നു പോകരുത്, ഞാൻ എഴുതിയതിൽ തെറ്റാണ്. ശരി, ഇവിടെ അത് കൊടുക്കണം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇവിടെ നോക്കുക. അപ്പോൾ നമ്മുടെ ഈ റിയാക്ഷൻസിൽ ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയാൽ ഈ ഇക്വേഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0, ഫൈനൽ കോൺസെൻട്രേഷൻ R, ഇനീഷ്യൽ ടൈം 0, പിന്നത്തെ റിയാക്ഷൻ എടുത്ത സമയം T. നമ്മളതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമാണ്. ഇതുവരെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് മാത്തമാറ്റിക്സിൻ്റെ സഹായത്തോടു കൂടി അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടി K = കോൺസെൻട്രേഷൻ ഓഫ് R0 - R / T. ഇതാണ് 0 ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ.
ഓവറോൾ റേറ്റ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഇക്വേഷനാണ്. അപ്പോൾ ഇതതിൻ്റെ ഇൻഫിനിറ്റസ്മലി സ്മോൾ ടൈം പീരീഡിലെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ ഇക്വേഷനാണിത്. ഇത് ടോട്ടൽ റേറ്റിൻ്റെ ഇക്വേഷനാണിത്. ഇതേപോലെ ഫസ്റ്റ് ഓർഡറിൻ്റെ നമുക്ക് നോക്കാം. ഇനി അവരതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്യുന്ന പരിപാടി, ആ ഇക്വേഷനിൽ നിന്ന് അവർ ഒരു ഗ്രാഫ് വരയ്ക്കാനായിട്ട് ശ്രമിച്ചു. ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ y=mc+mx അല്ലെങ്കിൽ mx+c എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ വന്നു. ഇവിടെ എക്സിനെ ടി ആക്കി, അല്ലെങ്കിൽ വൈനെ അവർ ടി ആക്കിയിട്ടും എക്സിനെ അവർ കോൺസെൻട്രേഷൻ ഓഫ് അവർ ആക്കിയിട്ടൊക്കെ അവരെടുത്തു. എന്നിട്ട് ഇതേ ഗ്രാഫ് വരച്ചു. കെയ്ക്ക് ഒരു നെഗറ്റീവ് സ്ലോപ്പ് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ ഇക്വേഷൻ അനുസരിച്ച് ഇൻ്റഗ്രേറ്റർ. അപ്പോൾ ഇനി അടുത്ത പരിപാടിയുള്ളത്, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിക്കും. ഈ ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ എഗൻസ്റ്റ് ടി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മളിനി പിന്നീട് പഠിക്കും. റേറ്റ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ശരി, ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രൽ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ എഴുതി. ആർ ഗീവ്സ് പി. റേറ്റ് കണ്ടു. റേറ്റ് സമം -dr/dt =kr. ഇവിടെ നോക്കൂ, ഇവിടെ പവർ കൊടുത്തിട്ടുള്ളത് 0 ആണെന്ന് നേരത്തേൽ കൊടുത്തത്. സീറോ ഓർഡർ റിയാക്ഷൻ ഇവിടെ 1 കൊടുത്തിരിക്കുന്നത്. ശരി, ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതി. ഇനി നമ്മൾ ഉടനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0, ഫൈനൽ കോൺസെൻട്രേഷൻ R. ഇനീഷ്യൽ ആകുന്ന സമയം 0, ഫൈനൽ ആകുന്ന സമയം t എത്രയാണെങ്കിൽ അത് ഇവരിവിടെ കൊടുത്തു. ഇവിടെ ഞാൻ എൻ്റെ മൈനസ് വിട്ടുപോയിട്ടുണ്ട്. ശരി, ഇവരിവിടെ മൈനസൊക്കെ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടി. അത് മാറ്റി എഴുതി. ഈ ഭാഗം പഠിച്ചതിന് ശേഷം ഇവിടേക്ക് ഓൺ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചാടുക. ഇതൊക്കെ ഇൻ്റഗ്രേഷൻ എടുക്കുന്ന സമയത്ത് മാത്സ് ടീച്ചർമാർ പഠിപ്പിച്ചു തരും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് കിട്ടും എന്നുള്ളത് പഠിപ്പിച്ചു തരും. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത്. k = 2.303 / t ലോഗരിതം ബേസ് 10 R0 / R. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ. എന്താ k എന്ന് പറയുന്നത്? k റേറ്റ് കോൺസ്റ്റൻറ്റ്. ടി എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ എടുത്തിരിക്കുന്ന സമയം. ഇനീഷ്യൽ റിയാക്റ്റൻറ്റിൻ്റെ റിയാക്ഷൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പുള്ള കോൺസെൻട്രേഷൻ, റിയാക്റ്റൻറ്റിൻ്റെ റിയാക്ഷൻ കഴിയുമ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ R. ഇതാണ് റേറ്റ് എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓവറോൾ റേറ്റ് എക്സ്പ്രഷൻ എന്നും ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ എന്നും നമ്മളിതിനെ പേര് വിളിക്കും. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് നോക്കൂ. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇക്വേഷൻ ഇതാണ്. ഇതിങ്ങനെ മാറ്റി എഴുതി. y = mx+c. അപ്പോൾ y ആയിട്ട് അവരെന്ത് അടയാളപ്പെടുത്തി? log R0 / R. ടൈം t. ഇപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഈ ഇക്വേഷൻ അനുസരിക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രൽ റേറ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഹാഫ് ലൈഫ് പീരീഡിനെ കുറിച്ചാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിലെ ഹാഫ് ലൈഫ് പീരീഡിനെ കുറിച്ച് നമ്മൾ പറയും. എന്താ ഹാഫ് ലൈഫ് പീരീഡ്? ഒരു റിയാക്ഷൻ അതിൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ നേരെ പകുതിയാകാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ഹാഫ് ലൈഫ് പീരീഡ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെഷനിൽ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്? ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എന്താണ് റേറ്റ്? സ്പീഡ് ഓർ വെലോസിറ്റി വിത്ത് വിച്ച് എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. രണ്ട് തരത്തിൽ നമ്മളതിനെപ്പറ്റി നമ്മൾ പഠിച്ചു. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ആവറേജ് റേറ്റ്, മറ്റൊന്ന് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ശരി, ഇനി നമ്മൾ അവിടെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻഷ്യലായിട്ട് വന്നത്? കുറേ ഫാക്ടേഴ്സ് കണ്ടു. അതിനാദ്യത്തെ ഫാക്ടറിനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ടേമുകളെ പറ്റി നമ്മൾ പഠിച്ചപ്പോഴാണ് ഓർഡർ ഓഫ് കെമിക്കൽ റിയാക്ഷനും മോളിക്കുലാരിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷനും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെ പ്രധാന വ്യത്യാസങ്ങൾ? ഓർഡർ എക്സ്പെരിമെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യണം. മോളിക്കുലാരിറ്റി തിയററ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാകും. ഓർഡർ 0, ഫ്രാക്ഷൻ ഒക്കെ വരാം. എന്നാൽ മോളിക്കുലാരിറ്റി അങ്ങനെ വരാൻ പറ്റില്ല. അത് ഹോൾ നമ്പർ മാത്രമായിരിക്കും അവർ വരാൻ പറ്റുക.
എന്താണ് റേറ്റ് കോൺസ്റ്റൻറ്റ്? കെ എന്നുള്ളതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ റിയാക്ഷൻ്റെയും ആ വാല്യൂവിൻ്റെ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓർഡറിലാണ് റിയാക്ഷൻ എന്ന് നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡിനെ കുറിച്ച്